കർക്കിടകം തീരാനായെങ്കിലും ഇതൊന്നും കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ചുവട് കട്ടിയുള്ളൊരു പാൻ എടുത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് നമുക്ക് 1.25 കപ്പോളം അവലാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. മട്ട അവൽ തന്നെ വേണം നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്കതൊന്ന് വറുത്ത് കോരി മാറ്റി വയ്ക്കാം. ഇനി അതേപോലെ തന്നെ നമ്മുടെ പീനട്ട് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞിട്ട്, ഇത് വറുത്തതാണ് എന്നാലും ജസ്റ്റ് ഒന്ന് ചൂടാക്കണം. ഇനിയിപ്പോൾ മറക്കാത്തതാണെങ്കിൽ നമുക്ക് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. എന്നിട്ട് അതും നമുക്ക് മാറ്റി കൊടുക്കാം. ഇനി വേണ്ടത് നമുക്ക് 1 കപ്പ് എള്ളാണ് കേട്ടോ. ഇത് കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. അപ്പോൾ അതിനകത്ത് വെള്ളം ഉണ്ടാവും. അപ്പോൾ അത് കുറച്ച് നേരം ആകുമ്പോഴത്തേക്കും ഇതുപോലെ നല്ലപോലെ ഡ്രൈ ആയിട്ട് വരും. അപ്പോൾ ഇതുപോലെ പൊട്ടി തുടങ്ങുമ്പോൾ അത് മാറ്റി വയ്ക്കാം. ഇനി ആ സെയിം പാനിനകത്തേക്ക് 2 ടീസ്പൂണോളം നെയ്യും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് കാഷ്യൂ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതൊന്ന് ഇതുപോലെ കളറൊക്കെ മാറി വരുമ്പോൾ മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് അതിനകത്തേക്ക് 1 കപ്പ് തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തിട്ട് വറക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് ഡ്രൈ ആയാൽ മാത്രം മതി. ഇതുപോലെ ആയി കഴിയുന്ന സമയത്ത് ഇതിനകത്തേക്ക് നമുക്ക് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 250 ഗ്രാം ശർക്കര 1/2 കപ്പ് വെള്ളത്തിൽ നമ്മളിതുപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തതാണ്. എന്നിട്ട് രണ്ടും കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ആ ഒരു എള്ള് നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ കൂടിയിട്ട് നല്ലപോലെ നമുക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ആ അവലും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ കൂടിയിട്ട് വീണ്ടും നമുക്ക് ഒന്ന് ഇളക്കിയെടുത്ത് യോജിപ്പിക്കാം. അപ്പോൾ നമ്മുടെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടൊന്നും ഇല്ല കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ ആ വറുത്ത് വെച്ചിട്ടുള്ള പീനട്ടും ആ ഒരു കാഷ്യൂം കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇതിൻ്റെ ആ ഒരു വെള്ളമൊക്കെ ഡ്രൈ ഒന്നും ആക്കിയെടുക്കണം. എന്നിട്ട് ലാസ്റ്റായിട്ട് കുറച്ച് ഏലക്കായൻ്റെ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഐറ്റം റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കല്ലേ.